ഇതാണ് ഹംപിയിലെ പ്രസിദ്ധമായ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ അഥവാ പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം. കമലാപുരത്തു നിന്നും ഹംപിയിലേക്ക് വരുമ്പോൾ ഒറ്റഗണൽ വാട്ടർ പവലിയനും ഭോജനശാലയും കഴിഞ്ഞ് അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ റോഡിൻ്റെ വശത്തായി ഭൂനിരപ്പിന് താഴെയായുള്ള വലിയ ഒരു ശിവക്ഷേത്രം കാണാവുന്നതാണ്. പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ ക്ഷേത്രം കിഴക്ക് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. തകർന്ന നിലയിൽ കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി 2 നിലകളുള്ള വലുപ്പമേറിയ ഒരു ഗോപുര കവാടം ഉണ്ട്. ഇവിടുത്തെ പ്രധാന സന്നിധിക്ക് നിരവധി ഉപമണ്ഡപങ്ങൾ ഉണ്ട്. തൂണുകളുടെ നിരകളാൽ സൃഷ്ടിച്ചിട്ടുള്ള 7 ഇടനാഴികളോടുകൂടിയ മഹാമണ്ഡപത്തിൽ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് നീളുന്ന ഒരു കൊടിമരം കാണാവുന്നതാണ്. മഹാമണ്ഡപത്തിൻ്റെയും ഉപമണ്ഡപങ്ങളുടെയും എല്ലാം നിലം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. മഹാമണ്ഡപം കടന്നു ചെന്നാൽ അർദ്ധമണ്ഡപവും തുടർന്ന് അന്തരാളവും ഗർഭഗൃഹവും ചുറ്റുന്ന ആവൃതമായ പ്രാകാരവും ഉണ്ട്. തെക്ക് പടിഞ്ഞാറായി കല്യാണ മണ്ഡപവും വടക്കു പടിഞ്ഞാറായി അമ്മൻ സന്നിധിയും കാണാവുന്നതാണ്. ഇത് നമ്മൾ ചെല്ലുമ്പോഴേ അതിൻ്റെ തറഭാഗമെല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് നേരെ കാണുന്നതായിരുന്നു ശ്രീകോവിൽ. അവിടെ നന്ദി പോലും വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ചില അല്പം കുറച്ച് ഭാഗങ്ങൾ ഉയരത്തിലുള്ള മണ്ഡപത്തിൻ്റെ ചില തറകൾ മാത്രമേ ഉള്ളൂ വെള്ളം ഇല്ലാത്തതായിട്ടുള്ളത്. ബാക്കി വെള്ളം മൂടിക്കിടക്കുകയാണ് ചുവട് ഭാഗമെല്ലാം. ദാണ്ട് ഈ മച്ചിലെ ചിത്രപ്പണി കണ്ടോ, വളരെ നല്ല ഇതാണ്. പത്മമൊക്കെ എത്ര മനോഹരമായിട്ടാണ് കൊത്തി വെച്ചിരിക്കുന്നത്. ഇതിലധികം ചിത്രപ്പണികളൊന്നും ഈ ക്ഷേത്രത്തിലില്ല. തൂണുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചില കൊത്തുപണികളൊക്കെ ഉള്ളൂ. തകർന്നിങ്ങനെ കിടക്കുകയാണ്, പലതും തകർത്ത് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകുഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള ചില നിർമ്മിതികളുമൊക്കെയാണ് ഈ കാണുന്നത്. ഇതെല്ലാം തറനിരപ്പിന് താഴെയാണ്. മണ്ണിൽ കുറേ മണ്ണ് മാറ്റിയിട്ട് താഴെയായിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. കാണുക.